ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത് അവർക്ക് കേട്ടത് വെറുതെ കുറെ ഫിലിം വേസ്റ്റ് ആക്കി. ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അവന്റെ അസിസ്റ്റന്റില്ലേ കൃഷ്ണൻ, അവൻ വന്നാലേ പണി കിടക്കും. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയി. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ ഒരു കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിയാ കുത്തിപ്പിടിക്കും. അയ്യോ സിഗരറ്റ്. എല്ലാ പടത്തിലും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ഷൂട്ടിങ്ങിലും ഇതേ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തൊരു ചേഞ്ച്? ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയി കൊടുത്ത് കരുതി അവന്റെ മാസ്റ്റർ പീസാണ്. അതിന് കൈവെക്കാൻ ആരും ഉപയോഗിക്കില്ല. നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര. നേരത്തെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. രണ്ടുപേർ ഓ ആ മുദ്ര. റെഡി ലേഡീസ് 1 2 3 ഹിപ്പ് മൂവ്മെന്റ് വേണം സാർ. കൃഷ്ണൻ വന്നിട്ട് ചെയ്താൽ മതി. സാറിന് ഒന്ന് വിളിക്കോ? ഞാനില്ല, വിളിച്ച ഒറ്റ ടേക്കിന് ഓക്കേക്കും. എന്ത് തെറി? സാർ സാർ താനിത് എവിടെ പോയി കിടക്കരുത്. അയാൾ മൊത്തം കുളമൊക്കെ. അത്യാവശ്യമായിട്ട് ഒന്ന് നാട്ടില് അല്ല സ്റ്റെപ്സ് ഒക്കെ ഞാനിപ്പോ ഓക്കെ ആക്കാം. ശരിയല്ലേ സാർ? ഒരു കാര്യം പറയണ്ടായിരുന്നു. സൂക്ഷിക്കണേ സാർ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു കഥ പറയാൻ. ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. നീ എന്റെ അസിസ്റ്റന്റ് കൃഷ്ണനെ പൊക്കാൻ വന്നതല്ലേ? അല്ല. പിന്നെ നീ എന്തിനാണ് അവന്റെ കൂടെ വന്നത്? ഞാൻ കൃഷ്ണന്റെ കൂട്ടുകാരനാ. നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി. സ്മോക്ക് വരും. റെഡി സാർ? ഒന്നടിച്ച്. പ്രേതം വന്നു കഴിയുമ്പോ സ്മോക്ക് ഒടിക്കണം, കാറ്റ് ഒടിക്കണം. കുറേശ്ശെ മതി. പക്ഷെ ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണരുത്. അവന്മാർക്ക് ചേഞ്ച് വേണം. അത്രേ ആ തട്ടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. ഇയാളൊരു പോയില്ലേ? ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? ഞാൻ അയാളുടെ കൂടെ വന്നതാ. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു. അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുമ്പോ ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. തൽപരകശിയല്ല. ഇവിടെ ഭയങ്കര ചൂടനാണോ? ഡയറക്ടർ കഥ കേൾക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. നല്ല സൂഖിപ്പിച്ച് പറഞ്ഞോളാം. കേട്ടല്ലോ? ഒരൊറ്റ കുളിസിയും പോലും ഇല്ല പണ്ടാരം. സാറിന് ഒന്നുകൂടി വിളിക്കോ? വിളിക്കാനാ? ഇത് പോരാട്ടാ. ഇത് നിന്നാ എനിക്ക് മുട്ടം പണി കിട്ടും. ഡയറക്ടർ സാർ, ഇതാ ഞാൻ പറഞ്ഞ ആള്. നീ ചന്തു അല്ലേ? നിന്നെയൊക്കെ പേടിച്ചിട്ടാണ് കോപ്പി ഷൂട്ടിംഗ് മദ്രാസിലേക്ക് മാറ്റിയത്. ചന്തു ഓടാ. അയ്യോ സാർ, ഈ കഥ ഞാൻ കേട്ടത് ശരിയാവും. നല്ല അസൽ കഥയാണ് സാർ. ഈ കഥ സാറ് ചെയ്താലേ ശരിയാവുള്ളൂ. അതെ സാർ, ഇന്ത്യയിലെ സാറല്ലാതെ വേറെ ഒരു ഡയറക്ടർ ഇല്ല ചെയ്യാൻ. വെരി ടഫ് സാർ. ഒന്ന് കേട്ട് നോക്ക്. സാർ അപ്പൊ ഞാനിങ്ങോട്ട് എന്താ ചെയ്യില്ല പടം ഞാൻ തന്നെ ചെയ്യണം. ക്യാമറ പൊങ്ങി വരുന്നു സാർ. ക്യാമറ പൊക്കടോ താഴ്ത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും.
തീരുമാനിക്കാം. ക്യാമറ താഴെ വെക്ക്. വെച്ചു സാർ. ഇനി പറ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. ഏതാ ഈ കുട്ടി? അത് കൃഷ്ണന്റെ കൂടെ വന്നാണ് സാർ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. എന്താ പേര്? ചന്തു. നിന്റെ പേരല്ല ചോദിച്ചത്, കുട്ടിയുടെ പേരെന്താ? സുമ. കിഴക്കേപ്പാടം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഗ്രാമത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ സാർ അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സാർ. കിഴക്കേപ്പാടം ഗ്രാമം. കിഴക്കേപ്പാടമുള്ള സ്ഥലം? കിഴക്കേപ്പാടം നിങ്ങളുടെ അമ്മൂമ്മയുടെ. കിഴക്കേപ്പാടം എന്റെ അമ്മൂമ്മയുടെ സ്ഥലമാണ് സാർ. അതാണ് എന്റെ കഥയിലെ ഗ്രാമം. അവിടെ ധനികനായ ഒരു പണക്കാരനുണ്ട്, ഒരു തമ്പുരാൻ. ഈ കഥ നീ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതിലൊരു വ്യത്യസ്തത ഉണ്ട് സാർ. ഒരു പുതിയ കഥാപാത്രം രൂപപ്പെട്ടിട്ടുണ്ട്, വസുമതി. കഥയുടെ പേര് തന്നെ എങ്ങനെയാണ്? വസുമതിക്കൊരു പ്രേമലേഖനം.